ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഈ ലോക്ക്ഡൌൺ കാലയളവിൽ നമ്മളെല്ലാവരും ഒരുപോലെ ഏറ്റവും കൂടുതൽ കേട്ട ഒരു പേരാണ് സൂം ആപ്പ്. അതായത് ഈ ആപ്ലിക്കേഷനാണ് നമ്മളെല്ലാവരും പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിലും അല്ലെങ്കിൽ കമ്പനി ആവശ്യത്തിനാണെങ്കിലും ഒക്കെ വീഡിയോ കോൾ ചെയ്യുവാൻ, കോൺഫറൻസ് വീഡിയോ കോൾ ചെയ്യുവാനായി ഉപയോഗിക്കുന്നുണ്ട്. നല്ല ക്ലിയർ ആയി നല്ല വ്യക്തതയിൽ തന്നെ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് സാധിക്കുന്നുണ്ട്. അതുതന്നെയായിരുന്നു അവരുടെ വിജയം. ആ ഒരു കാരണം കൊണ്ട് തന്നെ കുറേയധികം ഡൗൺലോഡ്സ് ആണ് പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷനിൽ ലഭിച്ചത്. എന്നാൽ ഇപ്പൊ ഏറ്റവും പുതുതായി വരുന്ന വാർത്ത അനുസരിച്ച് ഈ ആപ്ലിക്കേഷൻ നമുക്കൊക്കെ 8ന്റെ പണി തന്നിരിക്കുകയാണ് ഗൈസ്. അതായത് ഈ ആപ്പ് നമുക്കൊക്കെ ഒരു ആപ്പായി മാറിയിരിക്കുകയാണ്. വീഡിയോ കോൺഫറൻസ് ആപ്ലിക്കേഷനായ സൂം ആപ്പ് സുരക്ഷിതമല്ലെന്നും ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവുമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വന്നിരിക്കുകയാണ്. സൂം സുരക്ഷിതമല്ലെന്ന് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ആഭ്യന്തര മന്ത്രാലയത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർ, അതായത് വർക്ക് ഫ്രം കൺസെപ്റ്റ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ മീറ്റിംഗിനും ആശയവിനിമയത്തിനുമായി ആശ്രയിക്കുന്ന പ്രധാന ആപ്ലിക്കേഷനുകളിൽ ഒന്നാണ് സൂം. ലോക്ഡൌൺ കാലത്ത് ഏറ്റവും ജനകീയമായ സൂം ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ചാർട്ടുകളിൽ ഒന്നാമതെത്തിയിരുന്നു. അമേരിക്കൻ സൈബർ സെക്യൂരിറ്റി സ്ഥാപനം സൈബറിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം 5 ലക്ഷം സൂം അക്കൗണ്ടുകളുടെ വിവരങ്ങളാണ് ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നത്. പണം നൽകിയാൽ ലഭിക്കുന്ന രീതിയിലും അതുപോലെ തന്നെ സൗജന്യമായും സൂം ഡാറ്റ വിൽക്കുന്നതായി സൈബറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. അതായത് നമ്മുടെയൊക്കെ ഡാറ്റ ഇപ്പോൾ ഏത് സമയത്തും ചോർന്നു പോകാം എന്ന രീതിയിലാണുള്ളത്. വ്യാപകമായി ഈ ആപ്പ് ഉപയോഗിക്കുന്നതോടൊപ്പം നിരവധി സുരക്ഷാ പഴുതുകളും ആപ്ലിക്കേഷനിൽ കണ്ടെത്തുവാൻ സാധിക്കുന്നുണ്ടെന്ന് വിവിധ സൈബർ സുരക്ഷാ വിദഗ്ധരുടെ മുന്നറിയിപ്പ് നേരത്തെ വന്നിരുന്നു. ഇപ്പോഴത്തെ റിപ്പോർട്ട് പ്രകാരം ആപ്ലിക്കേഷൻ ഹാക്കിങ്ങിലൂടെ ചോർത്തിയ ഡാറ്റയും അതുപോലെ തന്നെ സ്വകാര്യ വീഡിയോ കോളുകളും ഒക്കെ ഡാർക്ക് വെബിൽ വിൽക്കാൻ വച്ചിരിക്കുകയാണ്. ഡാറ്റയുടെ കൂട്ടത്തിൽ പാസ്വേഡുകൾ, ഇമെയിലുകൾ, ഉയർന്ന വിവരങ്ങൾ എന്നിവയൊക്കെ ചോർത്തിയിട്ടുണ്ട്. സൂമിന്റെ വൻ സുരക്ഷാ വീഴ്ച കാണിക്കുന്നതാണ് ഈ പുതിയ വാർത്ത. ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഫേസ്ബുക്കിലേക്ക് ഉപയോക്തൃ ഡാറ്റ കൈമാറുന്നത്, അതുപോലെ തന്നെ വിൻഡോസ് ഉപയോക്തൃ ഡാറ്റയും പാസ്വേഡും മോഷ്ടിക്കാൻ ഹാക്കർമാരെ അനുവദിക്കുന്ന ഗുരുതരമായ സുരക്ഷാ പിഴവ് എന്നീ പ്രശ്നങ്ങൾ സൂം ആപ്പിൽ ഉണ്ടെന്ന് വന്നിരിക്കുന്ന വാർത്തകളിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ട വ്യാപാര സ്ഥാപനങ്ങളും സർക്കാർ കേന്ദ്രങ്ങളും സൂം ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നും മുന്നറിയിപ്പുണ്ട്. സൂം ഉപയോഗത്തിനിടെ ഹാക്കർമാർ പാസ്വേഡുകൾ ലീക്ക് ചെയ്ത് വീഡിയോ കോളുകൾ ഹൈജാക്ക് ചെയ്യുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ജീവനക്കാരുടെ കമ്പ്യൂട്ടറുകളിൽ നിന്നും സൂം ആപ്പ് ഉപയോഗിക്കുന്നതിന് ഗൂഗിൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സിംഗപ്പൂരിൽ അധ്യാപകർ സൂം ആപ്പ് ഉപയോഗിക്കരുത് എന്നും അതുപോലെ തന്നെ ജർമ്മനി, തായ്വാൻ എന്നീ രാജ്യങ്ങളിലും ആപ്ലിക്കേഷന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഗൈസ് നല്ലത്. കാരണം ഏത് തരത്തിലാണ് നമ്മുടെയൊക്കെ ഡാറ്റ ചോർന്നു പോകുന്നതെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. കാരണം വീഡിയോ കോൾ അടക്കം ഇത്തരത്തിൽ ഇവർ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ ആരൊക്കെ ഏതൊക്കെ രീതിയിൽ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് എന്ന് ഈ ആപ്ലിക്കേഷനിൽ നിന്നും ചെയ്തിരുന്നു എന്ന് പറയുവാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഏതെങ്കിലും രീതിയിൽ ലീക്കായി പോവുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. സോ കുറച്ചു കാലത്തേക്ക് അല്ലെങ്കിൽ പോലും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ തീരെയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സൂം ആപ്പ് ഇപ്പോൾ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുക. കാരണം ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ എല്ലായിടത്തു നിന്നും വരുന്നുണ്ട്. സോ എല്ലാവരും സേഫ് ആയിരിക്കുക ഗൈസ്. അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്ന് വന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.